അഖിൽ കെ ചേരുന്നുണ്ട്. അവിടെ നിന്ന് അഖിൽ, നേരത്തെ റോഷ്നി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഭക്തരെ ഇത് ബാധിക്കുമോ അല്ലെങ്കിൽ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എന്നാണ് അവിടെ നടത്തുന്നതെന്നാണ് അറിയേണ്ടത്. ഹൈക്കോടതി അടക്കം കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ അതടക്കം പാലിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അതടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്? റോഷി സുധി രാവിലെ 5 മണിയോടുകൂടി തന്നെ ഇവിടെയുള്ള രജിസ്ട്രേഷൻ കൗണ്ടർ അത് ആരംഭിച്ചിരുന്നു. ഏകദേശം 6 മണിയോടുകൂടി തന്നെ ആളുകളൊക്കെ തന്നെ വന്നു തുടങ്ങിയിരുന്നു. ഈ ഭക്തരൊക്കെ തന്നെ എത്തി തുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആഗോള സംഗമത്തിനെത്തുന്നവർക്ക് ഈ വഴി, അതായത് ഇതിന് തൊട്ട് പുറകിൽ കാണുന്ന ഭാഗത്തു തൊട്ട് തന്നെ ഇതിന്റെ ഒരു ക്രമീകരണം ആരംഭിക്കുന്നുണ്ട്. കാരണം അവിടെ കാണുന്ന ആ വഴിയിലൂടെ ഇടതുവശം ചേർന്ന് വരുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് വരുന്ന ആളുകളെ അവർ തൊട്ടുമുമ്പ് തന്നെ പോലീസ് അവിടെ നിന്നുകൊണ്ട് അയ്യപ്പ സംഗമത്തിന് വരുന്നവരെ ഇടതുവശത്ത് കൂടിയും അല്ലാതെ ദർശനത്തിനെത്തുന്നവരെ വലതുവശത്ത് കൂടിയും കടത്തിവിടുന്നു. അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ ഈ സാധാരണഗതിയിൽ, അതായത് ഒരു സീസൺ ശബരിമല സീസൺ സമയത്ത്, അതായത് മകരവിളക്ക് സമയത്ത് ഉണ്ടാകുന്ന മകരവിളക്ക് സമയത്ത് ഉണ്ടാകുന്നത് പോലെ മറ്റു വാഹനങ്ങൾ മുകളിലേക്ക് നിലക്കിലെ പാർക്കിംഗിലേക്ക് കയറ്റിവിടും. അതായത് സാധാരണഗതിയിൽ ഈ മകരവിളക്ക് സമയത്ത് പമ്പയിൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അവർ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വാഹനങ്ങളെ നിലക്കൽ മുകളിലെ കാർ പാർക്കിങ്ങിലേക്ക് വിടുന്നു. അല്ലാതെ ഡെലിഗേറ്റ് ആയിട്ട് വരുന്ന ആളുകളെ കൃത്യമായി തന്നെ ഇവിടെ വെച്ച് പാസ് നൽകി വിടുന്നു എന്നുള്ളതാണ് അവരെ പരിശോധന. അതായത് ഇവിടെ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ കൃത്യമായി 3 തരത്തിലുള്ള പാസുകളാണ്. ഒന്ന് ഇൻവൈറ്റീസിനുള്ള പാസ്വേഡ്, ഒപ്പം അതിന് VIP പാസ്വേഡൊപ്പം ഡെലിഗേറ്റ് പാസ്വേഡ്. ഇത്തരത്തിലുള്ള 3 പാസുകൾ, ഈ 3 പാസുകളാണുള്ളത്. ഒപ്പം അതിന് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന വാഹനങ്ങൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള വാഹന പാസ് കൂടി ഇവിടെ നിന്ന് നൽകുന്നു. അങ്ങനെ 3 പാസുകൾ കൃത്യമായി തിരിച്ച് ആ പരിശോധന നടത്തിയ ശേഷമാണ് ഇവിടെ നൽകുക. അല്ലാതെ രജിസ്റ്റർ ചെയ്യാതെ എത്തുന്ന ആളുകൾക്ക് ഒരു സ്പോട്ട് രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പമ്പയിലാണ് എന്നാണ് നമുക്ക് ഇവിടുന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ വലിയ രീതിയിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സാധാരണഗതിയിൽ ഈ മകരവിളക്ക് സമയത്ത് ഉണ്ടാകുന്നത് പോലെ ഒരു ക്രമീകരണമാണ് നിലവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ പോകും. കാരണം ഇപ്പോൾ ഒരു തിരക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഡെലിഗേറ്റ്സും അതുപോലെ തന്നെ അല്ലാതെ ഉള്ള ആളുകളൊക്കെ വരുന്നതിന്റെ ഒരു തിരക്ക് വരുന്നേ ഉള്ളൂ. നമുക്ക് സാർ ഇവിടുത്തെ ഒരു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ക്രമീകരണം? ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഫസ്റ്റ് ലൈൻ നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, വരുന്ന ഡെലിഗേറ്റ്സിന് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അവർക്ക് ആവശ്യമുള്ള പാസുകൾ, അതായത് 3 ടൈപ്പ് പാസുകൾ, VIP, ഓർഡിനറി പാസ്, അത് കൊടുത്തിട്ട് ഫസ്റ്റ്. അപ്പോ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാണെന്നാണ് മനസ്സിലാവുന്നത്. പോലീസുകാരടക്കമാണ് നിലവിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് പ്രതികരിക്കുന്നത്.